യേശുവിൽ സ്നേഹമുള്ള വചനയാത്ര ശ്രോതാക്കളെ, ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി തിരുസഭ നൽകുന്ന വചനഭാഗം എല്ലാ കാലത്തും പ്രസക്തമായ ഒന്നാണ്. ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല എന്ന് യേശു മറ്റിടത്ത് പറയുന്നു. പ്രവാചകൻ സ്വന്തം നാട്ടിലും സ്വന്തം ജനങ്ങളുടെ ഇടയിലുമല്ലാതെ മറ്റൊരിടത്തും അപമതിക്കപ്പെടുന്നില്ല എന്നും. ഇതൊരു സാധാരണ തത്വമാണ്. യേശുവിൻ്റെ ജീവിതത്തിലും ഇത് സംഭവിക്കുന്നതായി നാം കാണുന്നുണ്ട്. അവൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ടപ്പോൾ പലരും അവിശ്വസിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ? കൂടെ വസിക്കുന്നവൻ്റെ മഹത്വം അറിയാൻ നാം പലപ്പോഴും പരിശ്രമിക്കാറില്ല. കൂടെ നിൽക്കുന്നവൻ്റെ പരിശ്രമങ്ങളെയും ആത്മാർത്ഥതയെയും നാം പലപ്പോഴും ശ്രദ്ധിക്കാറുമില്ല. എന്ന് മാത്രമല്ല, പലപ്പോഴും അവരുടെ ചെറിയ ചെറിയ കുറവുകളെ പെരുപ്പിച്ച് കാട്ടി അവർ എന്നേക്കാൾ മോശമാണ് എന്ന് ചിത്രീകരിക്കുവാനാണ് നാം ശ്രദ്ധിക്കുന്നത്. ഈ യാഥാർത്ഥ്യം തെളിയിക്കുന്നതിനായി പഴയ നിയമത്തിൽ നിന്ന് 2 ഉദാഹരണങ്ങളാണ് യേശു അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പഴയ നിയമ പ്രവാചകന്മാരായ ഏലിയായുടെയും എലീശായുടെയും ജീവിതത്തിലെ ഓരോ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അവിടുന്ന് ഇത് വ്യക്തമാക്കുന്നത്. ഒന്നാമത്തത്, ഏലിയ പ്രവാചകൻ്റെ കാലത്ത് കൊടിയ ദാരിദ്ര്യം അനുഭവപ്പെട്ടപ്പോൾ, വരൾച്ചയും ക്ഷാമവും ഉണ്ടായപ്പോൾ സീദോനിൽ സറാപ്തായിലെ ഒരു വിധവയുടെ അടുക്കലേക്കാണ് പ്രവാചകൻ അയക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ കാരുണ്യവും അനുഗ്രഹവും ലഭിക്കുന്നതിന് സ്ഥലകാലങ്ങളോ രക്തബന്ധങ്ങളോ ആവശ്യമില്ല എന്ന് അവിടെ വ്യക്തമാക്കുകയാണ്. അനേകരിൽ നിന്ന് അവിടുത്തെ തിരിച്ചറിയുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നത് വളരെ ചുരുക്കം പേരാണ്. യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലെ ഓരോ അത്ഭുതവും ഇത് തെളിയിക്കുന്നതാണ്. രണ്ടാമത്തെ ഉദാഹരണം, എലീശ പ്രവാചകൻ്റെ കാലത്ത് സുഖമാക്കപ്പെടുന്ന സിറിയാക്കാരനായ കുഷ്ഠരോഗിയായ നാമാൻ ആണ്. അനേകം കുഷ്ഠരോഗികൾ അന്ന് ഇസ്രായേലിൽ ഉണ്ടായിരുന്നെങ്കിലും സിറിയാക്കാരനായ നാമാന് മാത്രമാണ് യഹോവയിൽ നിന്ന് സൗഖ്യം ലഭിക്കുന്നത്. ഈ ഉപമകൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠം, ദൈവിക പദ്ധതികൾ വെളിപ്പെടുത്തി കിട്ടുന്നതിന് വലിയ പാണ്ഡിത്യമോ കുലവംശമോ ഒന്നും ആവശ്യമില്ല. പ്രത്യുത നിഷ്കളങ്കമായ മനോഭാവവും എളിയ മനസ്സുമാണ് ആവശ്യം എന്നുമാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഈ രഹസ്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ പിതാവേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്ന്. യേശു ഇക്കാര്യങ്ങൾ പറഞ്ഞത് നിയമജ്ഞരെയും ഫരിസേയരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്. ദൈവനാമത്തിൽ പ്രവർത്തിക്കുന്ന അടയാളങ്ങളെയും അത്ഭുതങ്ങളെയും സംശയിക്കുകയും അതിനെ നിഷേധിക്കുവാനുമാണ് അവർ പരിശ്രമിച്ചത്. അതിനാൽ യേശുവിൻ്റെ ഈ വചനങ്ങൾ തങ്ങൾക്ക് എതിരാണെന്നും അതിനാൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണം എന്നുമാണ് അവരുടെ തീരുമാനം. ഇന്നും ഇത് തന്നെയാണ് നാം കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും നിഷേധിക്കുവാനും വിമർശിക്കുവാനും പരിശ്രമിക്കുന്ന ഒരു കൂട്ടരെ നമുക്ക് കാണുവാൻ സാധിക്കും. തങ്ങളുടെ സ്വാർത്ഥതയ്ക്കും സ്വൈര്യ ജീവിതത്തിനും ഭീഷണിയായി മാറുന്നു എന്ന് കരുതിയാണ് അവർ ഇതിന് പരിശ്രമിക്കുന്നത്. തങ്ങളുടെ സ്വാർത്ഥതയ്ക്കും തിന്മ നിറഞ്ഞ ജീവിതത്തിനും എതിരായി മാറുന്ന എല്ലാത്തിനെയും നിഷേധിക്കുവാനും നശിപ്പിക്കുവാനും ഇക്കൂട്ടർ മടിക്കാറില്ല. അതുകൊണ്ടാണ് യേശു യഹൂദരെ കുറ്റപ്പെടുത്തി, നിങ്ങൾ ജീവൻ്റെ ഉറവയെ ഉപേക്ഷിച്ച് മരുഭൂമിയിൽ പൊട്ടക്കിണറുകൾ അന്വേഷിച്ചു പോകുന്നവരാണ് എന്ന് പറയുന്നത്. അതിനാൽ നമുക്കും ഈ തപസ് കാലത്ത് ജീവൻ്റെ ഉറവയായ സജീവ ദൈവത്തിൻ്റെ പുത്രനിൽ വിശ്വസിക്കുവാനും അവൻ കാണിച്ചു തരുന്ന സ്നേഹത്തിൻ്റെയും നന്മയുടെയും സത്യത്തിൻ്റെയും മാർഗത്തിലൂടെ ചരിക്കുവാനും ശ്രദ്ധിക്കാം. അങ്ങനെ തൻ്റെ ചുറ്റും സംഭവിക്കുന്ന ദൈവിക സാന്നിധ്യങ്ങളെ തിരിച്ചറിയുവാനും അതിൽ വിശ്വസിച്ച് ദൈവത്തിൽ വളരുവാനും
നാം പരിശ്രമിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥമായ തപസ് കാലം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.